ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ മുഖം കാണിക്കുന്നുണ്ട്, ആരും പേടിച്ച പോലെ. 1 2 3 പേടിക്കണ്ട കേട്ടോ ആരും. ഞാൻ പ്രസവരക്ഷേൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് രാവിലെ തന്നെ ഇന്ന് എൻ്റെ കിഴിയും മസാജും എല്ലാം കഴിഞ്ഞ് മുഖത്ത് ഇതിട്ടതാണ്. ഏലാദി ഫേഷ്യൽ ഇട്ടതാണ് ചേച്ചി. ഓയിൽ മസാജ് എല്ലാം ചെയ്തിട്ട് ഹെഡ് മസാജും ഹെഡ് പാക്കും എല്ലാം ഇട്ടിട്ടുണ്ട്. കുളിക്കാൻ പോവുമെന്ന് ആർമടത്തിന്റെ പ്രസവരക്ഷ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വ്ളോഗിൽ. ഇത് അവരെ ബെഡെല്ലാം ഇതാ സെറ്റാക്കി രാവിലെ തന്നെ. ഇതെനിക്ക് ഫോൾഡ് ചെയ്ത് വെക്കൂട്ടാ സൈഡിൽ. രാവിലെ വീണ്ടും സെറ്റാക്കും. അപ്പൊ ചേച്ചി എനിക്ക് എല്ലാം ചെയ്തിട്ട് വെള്ളം എടുത്തു വെക്കാൻ പോയിട്ടുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ടൈറ്റിലും തമ്മിലെല്ലാം കാണുമ്പോൾ. നമ്മുടെ കുഞ്ഞുമണീന്റെ 28 നൂലുകെട്ട്, പേരിടല്, പിന്നെ എന്താണ് തൊട്ടിൽ തൂക്കല്, അങ്ങനത്തെ എല്ലാ ചടങ്ങും ഉണ്ട്. വേഗം കുളിച്ച് റെഡിയായിട്ട് വാവേനെല്ലാം സെറ്റ് ആക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് കരയാൻ പാടില്ല, നമ്മൾ കുളിക്കാൻ പോവല്ലേ. ഇന്ന് കരഞ്ഞൂടാ. നമുക്ക് നൂല് കെട്ടണ്ടേ, പേര് വെക്കണ്ടേ. ഇന്ന് കരഞ്ഞൂടാ. ഇത് അമ്മമ്മ ഇപ്പൊ കുപ്പിക്കും. നമ്മള് കുളിച്ച് സുന്ദരി ഭാവിയായിട്ട് വരേ. ചേച്ചി ഫുള്ള് അവരെ ബാക്കിൽ കളിയാണേ. കുളിക്കുക എല്ലാരും പോയിട്ട് വാവ കുളിച്ചാട് ചേച്ചി വിളിക്കണേ. ശ്രീജമ്മയുടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്നാ ചേച്ചി? അരിയാ? ഇതാ കുഞ്ഞാമ്മേനെ കുളിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ ഇടക്ക് അമ്മമാടെ വേർത്ത് കുളിച്ചു, ബാക്കില് ഉഷമ്മമാടെ വേർത്ത് കുളിച്ച്. വാ നമുക്ക് തുടക്കാല. വന്നു ശ്രീജമ്മേന്റെ പായസം കൊണ്ട് അടുപ്പത്ത്. വേറെ പോയിക്കോ. നമുക്ക് കുളിച്ചിട്ട് ഇനി നിച്ചുട്ടിയാന്ന് കുളിക്കാനുള്ളൂ. വേഗം കുളിച്ചു കേട്ടാ. എല്ലാരും വാവേന്റെ അനിച്ചുന്റെ വാവക്ക് തൊട്ടില് കെട്ടുവേനെ നമ്മളിതാ എവിടെ തൂക്കിയിട്ട് തൊട്ടില് കെട്ടാൻ വേണ്ടിട്ടാണ് കയറിടുന്നുണ്ട്. ഇത് അമ്മമ്മ സുന്ദരിയായി. അമ്മമ്മ മലയാളി മങ്കിയായി. അമ്മമ്മ മലയാളി മങ്കി. ചന്ദനം കൂടെ വെച്ചോ, എന്നൊരു ലുക്ക് വരും. ഒരു ലുക്ക് വരും ചന്ദനം കൂടെ വെച്ചു. നമുക്കെല്ലാം റെഡി ആവണേ. അപ്പോൾ അവക്കുള്ള ഹാങ്ങിങ് തൊട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കയറ് കെട്ടിയിട്ട് അതിന് ഹാങ് ചെയ്ത് വെക്കുകയാണ്. ഹോളിൽ തന്നെയാണ് നമ്മൾ തൂക്കുന്നത്. നിച്ചുട്ടിക്കും അങ്ങനെ തന്നെയാണ് തൂക്കിയത്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെക്കണം ഇനി. അപ്പോൾ ഞാൻ ഇതാ സാരിയെല്ലാം ഉടുത്തിട്ടുണ്ട് നൂലുകെട്ടിന് വേണ്ടിയിട്ട്. നിച്ചുട്ടിൻ്റെ ഉടുപ്പിതാ. ഇത് എന്നെ ഇട്ട് കൊടുക്കണം. വാവക്കും നിച്ചുട്ടിക്കും സെയിം ഉടുപ്പെല്ലാം തയ്പ്പിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നിച്ചുട്ടിൻ്റെ വാവൻ്റെ മാച്ചിങ് കാണിച്ചു കൊടുത്തേ. അച്ഛൻ റെഡി ആയിട്ട് വന്നല്ല. അച്ഛനും അമ്മി മെച്ച. വാവ്, നമ്മ അറിയാണ്ട് മെച്ചായി പോയി. നമ്മള് മനപ്പുറത്തം കൊണ്ട് മെച്ചായി പോയതാണ്. ടീഷർട്ട് ഇട്ടിട്ട് വരാൻ തന്നെയാന്ന്. ഞാൻ പറഞ്ഞു വിടുവേ ഇല്ല, എന്തായാലും ഷർട്ട് ഇടണം. ഇത് ഒരു 10-60കളിൽ ജനിക്കേണ്ട ആളാണ്. ഇത് വാവേന്റെ ഡ്രസ്സ്, കുഞ്ഞമ്മണീന്റെ ഇതെന്നാണ്. പിന്നെ ഇതാണേ വാവേന്റെ ഡ്രസ്സ്. ഇതാ നമ്മളെ റൂബി തയ്ച്ചതാണേ. ഷാസ് ബുട്ടീക്ക് ഇൻസ്റ്റാഗ്രാം പേജ്. നല്ല രസമുണ്ട്. നിച്ചോട്ടി സുന്ദരിട്ടാ, അടിപൊളി. നല്ല സിലോള് ചൊറിയൊന്നുമില്ലപ്പാ. നിച്ചുട്ടിക്ക് പുതിയ ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇടാൻ കുറച്ച് മടിയാണ്. ചൊറിയുന്നു പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പുതിയ ഡ്രസ്സ് ഇടാൻ മടിയാണ്. അപ്പോൾ ഒരു മിഠായിയെല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ മുടിയെല്ലാം ഒന്ന് കെട്ടിക്കൊടുക്കണം. എനിക്ക് ബാക്കിയൊക്കെ ഒന്ന് റെഡി ആവാനുണ്ട് അത്രേ. നിച്ചുനെ വേഗം റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ല. അതുകൊണ്ട് വേഗം മുടിയെല്ലാം കെട്ടിക്കൊടുത്ത് മാലയും വളയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നിച്ചുട്ടി റെഡിയായി നമ്മുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട്. നമ്മളിതാ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. നിച്ചുട്ടി കാണിച്ചു കൊടുക്ക്, ആൾറെഡി കാണിച്ചു കൊടുക്ക്, ഫുള്ളായിട്ട് റെഡിയായി. ഇനി വാവേനെയും കൂടെ റെഡിയാക്കാനുണ്ട്. സമയം ഏകദേശം ആയില്ല, 11:15 സമയം. 11:30 നമ്മൾ പ്ലാൻ ചെയ്ത സമയം. അപ്പൊ വേഗം വാവേനെ കുഞ്ഞുമണീനെയും കൂടെ റെഡിയാക്കി ഉറങ്ങിയെന്നുള്ളത് നമുക്ക് ചടങ്ങെല്ലാം തുടങ്ങാം. അമ്മയുടെ എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പൊ വാവേനുണ്ട്. ആ സമയം കൊണ്ട് അമ്മയും ഷിജേച്ചിയും കൂടെ ഹാളിൽ എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. വേണ്ടുന്ന സാധനങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വാവേനെ റെഡിയാക്കാൻ തുടങ്ങാം. അടിയിലേക്കൂടെ ഇട്ട് കൊടുക്കാം അല്ലേ ചേച്ചി? അല്ല, മുകളിലേക്ക് ഇട്ടു. അങ്ങനെ നമ്മുടെ മുത്തുമണി ഇതാ റെഡി ആയിട്ടുണ്ട്. ആ കുപ്പായിൽ ഇട്ടതിൻ്റെ കുറച്ച്
കുറച്ച് ഇറിറ്റേഷൻ എന്തായാലും കാണിക്കും. ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ ഉടുപ്പെല്ലാം ഇടുന്നത്. എന്നാലും കുഴപ്പമില്ല, അധികം തറപ്പൊന്നുമില്ലാത്ത സിമ്പിളായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനത്തെ ഉടുപ്പെല്ലാം വാവ കുറച്ച് വലുതായ പോലെയെല്ലാം തോന്നുന്നു കേട്ടോ. പിന്നെ ബേബി കോമ്പ് ഉണ്ടായിരുന്നു, എന്നെക്കൊണ്ട് ഞാൻ മുടിയെല്ലാം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സെറ്റാക്കി കൊടുത്ത് ഇനി ഇന്ന് പൊട്ട് വെക്കണം. ഒരു മൈൽ സ്റ്റോൺ അല്ലല്ലോ നമ്മുടെ വാവേനെ പ്രസവിച്ച് കഴിഞ്ഞാൽ. ഒരു 28 എന്ന് പറയുന്നത് അന്ന് മുതൽ കുറച്ച് പുതിയ കാര്യങ്ങളെല്ലാം നമ്മൾ വാവക്ക് ചെയ്ത് കൊടുക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള സംഭവമെല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് നിച്ചൂട്ടിക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് നിച്ചൂട്ടിക്ക് നമ്മൾ ഇനി പുരികം വരച്ച് കൊടുക്കണം, പൊട്ട് കുത്തി കൊടുക്കും വാവക്ക്. വാവ കുറച്ചും കൂടെ വലുതായി എന്നെല്ലാം പറഞ്ഞപ്പോൾ നിച്ചൂട്ടിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ നാളെ മുതൽ ഞാൻ വരച്ചു കൊടുക്കും പൊട്ട് എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇങ്ങനെ അടുത്ത് തന്നെ ഇരിക്കുന്നത്. പിന്നെ നമ്മളെല്ലാരും റെഡിയായേ. കിച്ചന്റെ വാവേന്റെ മാച്ചിങ് കൊടുത്താണ്. ഞാനും റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മളെ ചടങ്ങെല്ലാം തുടങ്ങാം. വാവക്ക് മുല്ലപ്പൂ വേണോ? വാവക്ക് മുല്ലപ്പൂ വേണോ? നല്ല ഉറക്കാണ് ഇപ്പം. ഇനി ആ സമയത്തായിരിക്കും വേണ്ടിയിട്ട് കഴിയുന്നുണ്ടാവുക. വേഗം നമുക്ക് തുടങ്ങാം. സെറ്റ് ആയിട്ടുണ്ടേ. എന്റെ ക്യാമറയും കൊണ്ടാണ് നിൽക്കുന്നത്. ആക്കാ തുടങ്ങാം, നമുക്ക് ചടങ്ങ് തുടങ്ങാം, പരിപാടി തുടങ്ങാം. മാള ചേച്ചി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടേ. മാള ചേച്ചിക്ക് തലേന്റെ ബാക്ക് അടിപൊളി താജ്മഹൽ പണിതിട്ടുണ്ടോളൂ അമ്മ. അണിയാണേ ചരടും വളയും എടുത്തോ മാളസേ. അടിവളിയും ചരടും. ആ ചരട് നമുക്ക് മുറിക്കണം. ഇനി നമ്മളെ ചടങ്ങൊക്കെ തുടങ്ങുവാന്നേ. ഓരോ സ്ഥലത്തും ഓരോ രീതിക്കായിരിക്കും എല്ലാ ചടങ്ങും ഉണ്ടാവുക. നമ്മുടെ നാട്ടിലുള്ള ആ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ കാണുമ്പോൾ അയ്യോ ഇങ്ങനെയല്ലല്ലോ, അത് കഴിഞ്ഞാൽ ഇത് വേണ്ടുന്നേ, അങ്ങനെയെല്ലാം തോന്നുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ഒരു രീതിക്കാണ് ചെയ്തു വരുന്നത്. അപ്പോൾ അമ്മ അതിൽ തന്നെ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറുത്ത ചരട് കെട്ടണം, പിന്നെ ഏട്ട സ്വർണ്ണ നൂല് കെട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മളെ ചടങ്ങുകൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പേരെല്ലാം ഇട്ടിട്ടുണ്ട്. പേര് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇതിലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പേരെല്ലാം ഇട്ടിട്ട് പിന്നെ നമ്മൾ മാലയും വളയും തളയും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് എല്ലാവരും ഗിഫ്റ്റ് എല്ലാം കൊടുത്തു. ഏട്ടൻ്റെ തക്കുടൻ്റെയും അതുപോലെ തന്നെ എൻ്റെ ചേച്ചീൻ്റെ ഏട്ടൻ്റെ എല്ലാവരും ഗിഫ്റ്റ് എല്ലാം കൊടുത്തിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ നെയിം റിവീലിങ്ങിൻ്റെ ആ ഒരു പോർഷൻ എടുത്തത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് പേര് കാണാൻ പറ്റും. ഇങ്ങോട്ട് നോക്കറാ നിച്ചു, ഇങ്ങോട്ട്. അത് വെറുതെ കളഞ്ഞു പേപ്പർ. ഇതെന്നാ നിച്ചുവിന് സ്പെഷ്യല്? അതെ കഴിഞ്ഞു പാല് കൊടുക്കാം കുറച്ച്. ഈ സ്ഥലമൊന്നുമല്ലേ പാല് കൊടുക്കാം. ഇല്ല ഇവിടുന്ന് പൊന്തിച്ചാ വരും ഇങ്ങനെ. ഇവിടെ 10 ഇതാ ഒട്ടിക്കോ. ഇതിനെ നിക്കണ്ടേ അല്ലേ? സ്പെഷ്യല് ഉടുപ്പ് ക്ലിപ്പ്, ഉടുപ്പ് ക്ലിപ്പ്, അടിപൊളി തന്നെ. തക്കുടൂൻ്റെ അമ്മയും ഇളയമെല്ലാം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അവർ വരുമ്പോൾ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അത് വാവ ഉറങ്ങുന്നതുകൊണ്ട് നിച്ചൂട്ടിൻ്റെ കയ്യിലാണ് കൊടുത്തത്. നിച്ചൂട്ടിക്കാണെങ്കിൽ അപ്പൊക്കെ നാണായിട്ട് മേടിക്കാൻ വരെ കഴിയുന്നില്ല, എല്ലാവരും കണ്ടതിൻ്റെ നാണക്കേടായിട്ട്. അപ്പോൾ അവരും കൂടെ വന്ന് ഇത്ര ആൾക്കാരേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മേനെയും നിങ്ങൾ നോക്കുന്നുണ്ടാവും. അച്ഛൻ്റെ കാലിന് ചെറിയ ഫ്രാക്ചർ പറ്റിയിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ടേ ഉള്ളേ, അതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല.
പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് നെയിം റിവീലിൻ്റെ അവിടെ മുന്നിൽ വെച്ചിട്ട് എൻ്റെയും വാവൻ്റെയും നിച്ചൂട്ടിൻ്റെയും പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടുള്ളയും അങ്ങനെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. സിമ്പിളായിട്ടുള്ള ഫംഗ്ഷൻ. നമ്മുടെ ആ നൂലുകെട്ട് അതൊക്കെയല്ലേ മെയിനായിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടിൽ തൂക്കൽ, അതാണല്ലോ അടുത്ത ചടങ്ങ്. തൊട്ടിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ വാവേനെ അതിനകത്തേക്ക് കിടത്തുകയാണ്. അപ്പോൾ തൊട്ടിൽ ജസ്റ്റ് കിടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉറങ്ങുന്നുണ്ട്, ഇടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്. ഇനി തൊട്ടിലായിട്ടുള്ള ഒന്ന് പൊരുത്തപ്പെട്ട് വരണമല്ലോ, 1 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ തൊട്ടിൽ കുറച്ച് കിടക്കുമായിരിക്കും. ആ സുഖം പിടിച്ചു വരണം. അപ്പോൾ ഇന്ന് ജസ്റ്റ് കിടത്തിയിട്ട് പിന്നെ വേഗം അങ്ങ് എടുക്കുകയും ചെയ്തു. അധികം കരയിപ്പിക്കാൻ നിന്നിട്ടില്ല. പിന്നെ ചേച്ചീൻ്റെയും അനിയത്തിൻ്റെയും കൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് കിടത്തിയതാണ്. ചേച്ചിക്ക് അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഡ്രസ്സിൻ്റെ ഇറ്റേഷനാൽ ഇപ്പം മാറിയിട്ടുണ്ട്. ഇടാൻ വേണ്ടിയിട്ട് പണിയാണ്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ഇടണമെങ്കിൽ നല്ല കുറേ പണി ഉണ്ടെന്താനും, അതാണ് പ്രശ്നം. ഇത് ഒരുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല രസമില്ലേ? ഞാനിങ്ങനെ മെറ്റീരിയലെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. രണ്ടാളും ഒരുപോലെ ഇട്ടിട്ട് നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. മോളിപ്പം നല്ലോണം കരഞ്ഞു കേട്ടോ. കുഞ്ഞുവാവ ആ ചൂടും പിന്നെ നമ്മൾ വിളക്ക് വെച്ചത് കൊണ്ട് ഫാൻ ഇടാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറേ നേരം നൂലുകെട്ടും പേരിടലും എല്ലാം കൂടെ ആകുമ്പോഴേക്ക് കരഞ്ഞ് ബഹളാനും എടുത്ത് ഒന്ന് ഫീഡൊക്കെ ചെയ്ത് ഒന്ന് കിടത്തിയപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ആ ഫാനെല്ലാം ഇട്ട് കാറ്റെല്ലാം കൊണ്ടുമ്പോഴേക്കും ഓക്കെ ആയിട്ടുണ്ട്. 28 ദിവസം എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയല്ലേ, ഭയങ്കര കരച്ചിലായിരിക്കും. അവരെ നോർമൽ റുട്ടീനെല്ലാം ഒന്ന് മാറിയിട്ട് കുറച്ച് ഇറിറ്റേഷനെല്ലാം ഉണ്ടാവുമല്ല. പിന്നെ നിച്ചുവിന് കയ്യിൽ പിടിച്ച് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് കയ്യിലെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഫോട്ടോ എടുത്ത ഉടനെ മാറ്റി അവ കരയാൻ തുടങ്ങി. നമ്മള് പഴയ വേഷത്തിലേക്ക് മാറി. അതെങ്ങനെയെങ്കിലും ഒന്ന് അയച്ച് ചാടുമ്പൊക്കാണ് വാവക്ക് സമാധാനായത്. കള്ളിപ്പെണ്ണ് ആ ഡ്രസ്സെല്ലാം അയച്ച് ചാടിയപ്പാണ് കേട്ടോ വാവക്കും എനക്കും സമാധാനമായത്. അയ്യോ ചൂടെടുത്ത് ഫാൻ ഇടാൻ പറ്റുന്നില്ലല്ലോ വിളക്ക് വെച്ചതുകൊണ്ട്. ഫുള്ള് വേർത്ത് വെമ്പീന്. ഇപ്പാണ് ഒരു സമാധാനമായത്. നിച്ചുട്ടി നല്ല ചിരി. അങ്ങനെയല്ല, തല കുറച്ച് പൊന്തിച്ചേ, കഴുത്ത് കുറച്ച് പൊന്തിച്ച്. ആ ചേച്ചിമാർ 2 മാത്രം എടുക്കുന്നുണ്ട്. ചേച്ചി കുഞ്ഞനെ ആട്ടുവാ, വാവേനെ ഉറക്കുവാ. ഉറങ്ങിയാ കുഞ്ഞാവ് ഇങ്ങനെ തൊട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടേ. അപ്പോൾ ഇതാ പരിപാടിയെല്ലാം കഴിഞ്ഞ് രാത്രി ആയിട്ടുണ്ട്. നമ്മളെ നയോമി വാവ യാമിക്കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ പാല് കൊടുത്തിനെ, അതാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബെഡിൽ കിടത്താൻ പോവുമെന്ന്. അപ്പോൾ നമ്മൾ സിമ്പിൾ ഒരു നൂലുകെട്ട് ഫംഗ്ഷൻ അങ്ങനെ കഴിഞ്ഞു. നയോമി പേര് എല്ലാവർക്കും ഇഷ്ടമായോ പറയണേ. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാ വിളിക്കുക, നിക് നെയിം എന്താന്ന്. യാമി എന്നാന്നേ വിളിക്കുക, യാമിക്കുട്ടി. നിച്ചു കണ്ടുപിടിച്ച പേരാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാകുമ്പോൾ മുതൽ നിച്ചു പറയും പെണ്ണുവാവയാ വേണമെന്ന് പറയുമല്ലോ. അപ്പം എൻ്റെ വാവേൻ്റെ പേര് യാമി എന്നാണ്, അമ്മ യാമിക്കുട്ടി എന്ന് വിളിക്കണം എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നയോമി എന്നാക്കി പേര്. അത് ഇഷ്ടമാണ് പേര്. പിന്നെ യാമീന്നും കൂടെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തീരുമാനിച്ച്. ആരോ 2 പേര് കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ആ പേര് നയോമി എന്നുള്ള പേര്. അപ്പോൾ അതാണ് പേര് ഇഷ്ടമായോ പറയണേ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ കുഞ്ഞുമണിക്ക് ഒരു മാസം ആയി, ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.